ഹായ് എടേ നമ്മുടെ തിരുവോണാഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ കറികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അവസാന ഘട്ടമായിട്ട് നമ്മൾ വെച്ചിരുന്നതാണ് പായസം. നമ്മളെന്നും ബ്രഹ്മസലി പായസമാണ് മിക്കവാറും ഉള്ള ഫംഗ്ഷനൊക്കെ വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉദ്ദേശിച്ചു അടപ്രഥമൻ വെക്കണം. തിരുവോണത്തിന് എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് അടപ്രഥമനാണ് കേട്ടോ. ഇവിടെ അച്ഛന് ഭയങ്കര ഇഷ്ടമൊരു സാധനമാണ്. അപ്പോൾ കുത്തുവിളക്കിൻ്റെ അരിയടയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വെക്കുന്ന കാര്യങ്ങളാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ പലരും പല രീതിയിലല്ലേ അടപ്രഥമൻ വെക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ വെക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. എനിക്ക് ഇങ്ങനെയാണോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആരൊക്കെയോ പറഞ്ഞു കേട്ട ഒരു അറിവ് വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ വെക്കുന്നത്. ഭയങ്കര ഒരു ഭയങ്കര നല്ല വൈറ്റായിട്ടുള്ളൊരു സംഭവമാണ് ഇത് കേട്ടോ. നല്ല വൈറ്റായിട്ടിരിക്കും ഇതിൻ്റെ അരിയട എന്ന് പറയുന്നത്. പിന്നെ വേണ്ട ഞാൻ കുറച്ച് നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ, കുറച്ച് ചവ്വരി ഞാൻ ഓൾറെഡി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നാൽ പിന്നെ ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്കുണ്ടല്ലോ അട വേവിച്ചെടുക്കാം. അട വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു ചരുവത്തിൽ വെള്ളവും വെച്ച് അതിനകത്തൊരു ലേശം നെയ്യുണ്ടല്ലോ, നെയ്യ് ഒന്നിട്ട് കലക്കി അതിനോടൊന്ന് ചേർത്ത്. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടയൊന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വെള്ളം വെക്കുന്ന സമയത്തുണ്ടല്ലോ വേറൊരു ചരുവത്തിൽ കുറച്ച് പച്ചവെള്ളവും കൂടി എടുത്ത് വെക്കണം. അതെന്തിനാണെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. വേണ്ട നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ അടയുണ്ടല്ലോ അത് പൊട്ടിച്ച് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടല്ലോ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ ചെവിട്ടിലെങ്ങാനും പിടിച്ചു പോയെങ്കിൽ പിന്നെ നമ്മുടെ ഈ പായസം കൊണ്ട് ഒരു ഗുണവും ഇല്ലാതാവും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഇളക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ശർക്കര എടുത്ത് ഉരുക്കാൻ വെക്കാം. അയ്യോ ഇത് കുറച്ച് ശർക്കരയേ ഉള്ളെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇത് നല്ല വെള്ള ശർക്കരയാണ് കേട്ടോ, നല്ല മധുരമാണ്, കുറച്ച് മതി. അപ്പോൾ അതേണ്ട ഇതും ഒന്ന് ഉരുക്കി വെക്കുമ്പോഴത്തേനും നമ്മുടെ അട ഏകദേശം പരുവായിട്ടുണ്ട്. അതൊന്ന് ഇളക്കി നോക്കുക. ഇളക്കി നോക്കുമ്പോഴത്തേനും ഒരെണ്ണം പോലും തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയിട്ട് നല്ലതുപോലെ വെള്ളം വാർന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ വേണം, ഇതെല്ലാം സ്പീഡ് നടക്കേണ്ട കാര്യങ്ങളാണ്. വെള്ളം വാർന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ആദ്യം എടുത്തു വെച്ച പച്ചവെള്ളം ഉണ്ടല്ലോ അതേലോട്ട് ഇതങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കണം. നല്ലതുപോലെ തട്ടിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കലക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് തണുത്ത വെള്ളം എല്ലാ അടയിലും ഒക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതങ്ങ് പൊടിഞ്ഞു പോകൂടെ. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു ഉരുളിയൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് പാല് പൊട്ടിച്ചൊഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും അതിനകത്ത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഉണ്ടല്ലോ ലേശം നെയ്യും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് ഇളക്കിയെടുക്കണം. അത് ഒരു ചവിട്ടി പിടിക്കാതെ നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ട് നമ്മൾ ആ പച്ചവെള്ളത്തിലിട്ട അടയുണ്ടല്ലോ അത് ഊറ്റിയെടുത്ത് ഇതിനകത്തോട്ടങ്ങ് ചേർക്കണം. ഇതും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനകത്തും ഇളക്കിക്കൊണ്ടിരുന്നതിന് ശേഷം നമ്മൾ ആദ്യമേ എടുത്ത് വെച്ച ചവ്വരി ഉണ്ടല്ലോ കുതിർത്ത് വെച്ചേ, ആ ചവ്വരിയും കൂടെ ഇതിനകത്ത് തട്ടിയിട്ട് നല്ലതുപോലെ തിളച്ച് വേവട്ടെ. ആ ചവ്വരിയൊക്കെ നല്ല തിളങ്ങണം. വെന്ത് തിളങ്ങി വരുമ്പോഴത്തേനും നമ്മളെ ശർക്കര ഉരുക്കിയത് ഇതിനകത്തോട് ചേർത്തങ്ങ് മിക്സ് ചെയ്തെടുക്കണം. എന്തോ ഭംഗിയാണെന്നറിയാമോ ഇതങ്ങോട്ട് കലക്കിയൊക്കെ വരുമ്പോഴത്തേനും നെയ്യുടെയൊക്കെ കൂടെ ഒരു മണമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ തേങ്ങ വറുത്തതും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടെ വറുത്തതിൻ്റെ മേളിലായിട്ടങ്ങ് ഡെക്കറേറ്റ് ചെയ്തിടണം. ആഹാ എന്തൊരു അടിപൊളിയാണെന്നറിയാവിടെ ഇത് കാണാനും. അതിനേക്കാൾ ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോഴും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.